ഹായ് ഗായ്. അപ്പൊ ഞാൻ എന്റെ സ്കിൻ ട്രാൻസ്ഫർമേഷൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ തൊട്ടിട്ട് എന്റെ കമന്റ് ബോക്സിൽ വരുന്ന കമന്റ്സ് ആണ് വെയിറ്റ് ഗെയിൻ ട്രാൻസ്ഫർമേഷൻ കൂടി ചെയ്യുമോ എന്നുള്ളത്. പക്ഷെ ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ്. കാരണം ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട്, അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേങ്കിൽ ഞാൻ അതിന്റെ പ്രോപ്പറായ ഡയറ്റോ പ്രോട്ടീൻ പൗഡറോ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല, വണ്ണം വെച്ചിട്ടില്ല. എനിക്കറിയില്ല ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്താ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് പോലും എനിക്കറിയില്ല. ബട്ട് ഒരു കാര്യം എനിക്കറിയാം, എന്റെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഞാൻ വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത്. പക്ഷെ ഞാൻ വിചാരിച്ച് എന്തുകൊണ്ട് ചെയ്തുകൂടെ? കാരണം ഈ ഒരു കമന്റ്സ് ഇടുന്ന ഭൂരിഭാഗം പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് വണ്ണം വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. ഇങ്ങനെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന്, അതായത് നമ്മുടെ വീട്ടിൽ നിന്നായിക്കോട്ടെ, നമ്മുടെ നാട്ടിൽ നിന്നായിക്കോട്ടെ, നമ്മുടെ റിലേറ്റീവ്സിനായിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നതായിരിക്കും. എക്സാമ്പിൾ കൊടക്കമ്പി, ഈർക്കിലി, എന്താ വീട്ടിൽ ദാരിദ്ര്യമാണോ, വീട്ടിൽ അടുപ്പിൽ പൂച്ച കയറിയിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ ഞാൻ കുറെ കേട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ അത്രയും നിങ്ങളോട് പറയുന്നത്. അപ്പൊ അങ്ങനെ ആഗ്രഹിച്ചു വരുന്ന കുട്ടികളായിരിക്കും. അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെന്നെ സംബന്ധിച്ചത് വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് വരാൻ തന്നെ വിചാരിച്ചത്. പിന്നെ എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ബോഡിയിൽ കോൺഫിഡന്റ് ആണെങ്കിൽ ഒരാൾ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ നിൽക്കണ്ട. കാരണം നമ്മൾ ഹേർട്ട് ആവുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവർ പിന്നെയും പിന്നെയും നമ്മൾ ഹേർട്ട് ആക്കാനായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ അത് നെവർ മൈൻഡ് ചെയ്ത് അവര് പറഞ്ഞ് അങ്ങ് പോയിക്കോട്ടെ. അവരെ മുന്നിൽ നമ്മൾ അത് കേട്ടിട്ട് നമുക്ക് വലിയ ഹേർട്ടൊന്നും ആവുന്നില്ല എന്ന രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ അവര് പതിയെ പതിയെ പറയുന്നത് നിർത്തും. നമ്മൾ ഹേർട്ടാക്കിയ ആൾക്കാരുണ്ടാവും, പക്ഷെ നമ്മളത് ഒന്നും മൈൻഡ് ആക്കണ്ട. ഇതിലെ കൂടി കേട്ട് ഇതിലെ കൂടെ വിടുക. അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ എല്ലാവരുടെയും ഒരു തോട്ടാണ്, വണ്ണം വെക്കാൻ എന്താ എളുപ്പല്ലേ, നല്ലോണം ഫുഡ് കഴിച്ചാൽ പോലെ വണ്ണം കുറക്കാനല്ലേ പാടുള്ളൂ. പക്ഷേ ഗൈസ്, ഞാനൊരു കാര്യം പറയാം, ഈ വണ്ണം കൂട്ടാൻ ഫുഡ് കഴിക്കാതെ പറയാനില്ല. പക്ഷെ നമ്മൾ ഇത്ര നാളും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ഫുഡിനായിക്കോട്ടെ എന്തിനായിക്കോട്ടെ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കടന്നിട്ടൊരു കാര്യം പെട്ടെന്ന് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അതിനെനക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾക്ക് തന്നെ തോന്നണം, എനിക്ക് വണ്ണം വെക്കണം, എനിക്ക് വണ്ണം വെച്ചാൽ ഞാൻ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും, ഈ ഡ്രസ്സ് ഇന്ന ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ സൂപ്പർ ആയിരിക്കും കാണാൻ. നിങ്ങൾക്ക് തന്നെ ഒരു റിയലൈസേഷൻ വരണം. അല്ലാണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് വണ്ണോ ഇല്ലേ, നിങ്ങൾ ഭയങ്കര മെലിഞ്ഞിരിക്കുന്ന എന്താ പോലും ഇങ്ങനെ പറഞ്ഞു അത് നിങ്ങളുടെ ചുറ്റുമുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വണ്ണം വെക്കുന്നതെങ്കിൽ, വണ്ണം വെക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ചെയ്ത് 2 ദിവസം ചെയ്ത് 3-ാമത്തെ ദിവസം നിങ്ങൾക്ക് മടുപ്പായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വണ്ണം വെക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്തോ. പിന്നെ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഞാൻ ചെയ്തതേ ചെയ്യാമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. എന്നാലും ഞാൻ ചെയ്ത കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റ് ദ എൻഡ് റിസൾട്ട് ഉണ്ടാകും, അത് ഞാൻ ഗ്യാരണ്ടിയാണ്. പക്ഷെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഞാൻ ഇങ്ങനെ കുറെ തമ്മിലൊക്കെ കണ്ടായിരുന്നു. ഞാൻ ആ ഒരു ടൈമിൽ ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു, വെയിറ്റ് ഗെയിൻ എങ്ങനെ ചെയ്യാം ഉള്ളത്. അപ്പൊ ഇങ്ങനെ കുറെ തമ്മിലൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഒരാഴ്ച കൊണ്ട് വണ്ണം വെക്കാം, ഒരു മാസം കൊണ്ട് വണ്ണം വെക്കാൻ പറ്റും, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ പൊട്ടത്തരായിരുന്നു. ആ പൊട്ടപ്പതിക്ക് ഞാൻ ഇരുന്ന് കാണുകയും ചെയ്യായിരുന്നു. എന്നാലും പിന്നെയാണ് എനിക്കത് മനസ്സിലാക്കി തുടങ്ങിയത്, എന്തായാലും ഒരാഴ്ച കൊണ്ടോ ഒരു മാസത്തിൽ കൊണ്ടോ വണ്ണം വെക്കാനേ പോകുന്നില്ല. ഒരു മിനിമം ഒരു 6 മാസമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവാൻ വേണ്ടി ഒരു 6 മാസമെങ്കിലും എടുക്കുന്നതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം നിങ്ങളോട് പറയുന്നത്, ഇത് നിങ്ങളെ തന്നെ മോട്ടിവേറ്റഡ് ആക്കാൻ പറ്റിയൊരു കാര്യമാണ്. നമ്മൾ എപ്പോഴും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയും വണ്ണം വെക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ പോയി വെയിറ്റ് നോക്കുമായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് നോക്കും, അല്ലെങ്കിൽ 2 ദിവസം കൂടി ഇരിക്കും വെയിറ്റ് നോക്കും. പക്ഷെ വെയിറ്റിൽ വലിയ വേരിയേഷൻസ് ഒന്നും കാണാനുണ്ടല്ലോ. അപ്പൊ നമ്മൾ തന്നെ നമ്മളെയാണ് തളർത്തുന്ന പോലെയാണ്. ഇത് എനിക്ക് ഉണ്ടായിട്ടില്ലെന്നാണ്. അപ്പൊ പിന്നെയാണ് ഞാൻ എന്ത് ചെയ്യും, നമ്മൾ ടാപ്പ് ഉണ്ടല്ലോ, ഈ ടൈലേഴ്സിന്റെ ഒക്കെ കയ്യിലുള്ള ടാപ്പ്, അത് വെച്ചിട്ട് ഞാൻ എന്റെ ഷോൾഡറും ചെസ്റ്റും വെയിസ്റ്റും കൈൻ്റെ ഇവിടെ ഒക്കെ അളന്ന് വെക്കുമായിരുന്നു. അതിൽ ഒരു ഇഞ്ച് കൂടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ശരിക്കും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കാരണം നിങ്ങളെ തന്നെ മോട്ടിവേറ്റഡ് ആക്കാൻ പറ്റിയ ഒരു കാര്യമാണിത്. ഇങ്ങനെ മെഷർമെന്റ് എടുക്കും. ചിലപ്പോൾ നമ്മുടെ വെയിറ്റിൽ അത് കാണിക്കുന്നില്ലെങ്കിലും നമുക്ക് ആ ഒരു ചെറിയൊരു വേരിയേഷൻ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ തന്നെ മോട്ടിവേറ്റഡ് ആക്കാൻ പറ്റും. നമുക്ക് പിന്നെയും പിന്നെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് വെയിറ്റിൽ വേരിയേഷൻ വേറെ കാണിച്ചു തുടങ്ങണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഒരാഴ്ച കൊണ്ട് എനിക്കറിയില്ല, എനിക്ക് എന്തായാലും ഉണ്ടായിട്ടില്ല. ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. വെയിറ്റ് ഗെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത്യാവശ്യം കുറച്ച് നേരത്തെ എണീക്കുക. കാരണം നോർമൽ മനുഷ്യന്മാർ തിന്നുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് തിന്നാനുണ്ട്. 10 മണിക്ക് എണീച്ച് വരുന്ന ആൾക്ക് പറഞ്ഞാൽ 3 നേരം തിന്നേണ്ടത് 5 നേരം 6 നേരമൊക്കെ തിന്നാൻ ടൈം കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെയിറ്റ് ഗെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ കുറച്ച് നേരത്തെ കലാപരിപാടികൾ തുടങ്ങാം. അതായത് ഇപ്പൊ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് 8:30-ക്കുള്ളിൽ നിങ്ങൾ കഴിക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരു 11 മണി അല്ലെങ്കിൽ ആ ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്നാക്സ് പോലെ എന്തെങ്കിലും കഴിക്കാം. പിന്നെ ഒരു 1:30 അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ചോറ് കഴിക്കാം. പിന്നെ ഒരു 4-5 മണിക്കുള്ളിൽ നിങ്ങൾക്ക് ചായയുടെ എന്തെങ്കിലും സ്നാക്സും. പിന്നെ നിങ്ങൾക്ക് ഒരു 8 മണി 8:15 അങ്ങനെ 8:30 അങ്ങനെ ആകുമ്പോൾ ഡിന്നർ കഴിക്കാം. രാത്രി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോട്ടീൻ ഷേക്കോ അങ്ങനെ എന്തെങ്കിലും കുടിക്കുകയാണെങ്കിൽ അതും നല്ലതായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇങ്ങനെ ടൈം ടേബിൾ ആയിട്ട് ഇങ്ങനെ ഫോളോ ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തെ എണീക്കേണ്ടി വരും. കാരണം നമുക്ക് ഇത്രയും ടൈമിൽ തീർക്കാനുള്ളതാണ്. അത് നിങ്ങൾ അത് നോട്ട് ചെയ്യാം. സെക്കൻഡ് എനിക്ക് കാര്യം നിങ്ങളോട് പറയണമെന്ന് വെച്ചാൽ, നിങ്ങൾ കഴിക്കുന്ന ഫുഡിന്റെ ക്വാണ്ടിറ്റി കൂട്ടുക. അതായത് നിങ്ങളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് 2 ദോശ കഴിക്കുന്നവരാണെങ്കിൽ 2 ദോശ 2 പുട്ട് നമ്മൾ
കേരളത്തിൽ കോമൺ ആയിട്ട് വരുന്ന എന്തും ആയിക്കോട്ടെ, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, എന്ത് ഇപ്പം 2 കഴിക്കുന്നിടക്ക് 4 കഴിക്കാം, 1 കഴിക്കുന്നിടക്ക് 3 കഴിക്കാം, അങ്ങനെ നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടിക്കൊണ്ടേരോ. എന്റെ വീട്ടുകാർക്ക് പണ്ടേ പഴമായിട്ട് എന്തോ ഒരു ആത്മബന്ധം കൂടുതലായിരുന്നു. അതുകൊണ്ട് എന്റെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന സാധനമാണ് നേന്ത്രപ്പഴം. എപ്പോഴും എന്റെ വീട്ടിൽ നേന്ത്രപ്പഴം ഉണ്ടാവും. അപ്പൊ എനിക്കാണെങ്കിൽ കണ്ണെടുത്ത സാധനം. പിന്നെ എനിക്ക് എന്താ പറയാ, മൂന്നാമത്തെ കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇഷ്ടം നമ്മൾ നോക്കാൻ പാടില്ല. നമുക്ക് തടിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഇഷ്ടം നോക്കാനേ പാടില്ല. എല്ലാം വാരി വെച്ചിട്ടുള്ളൂ. എനിക്ക് പാല്, പഴം, അതേപോലെ തന്നെ വേറെന്തോ സാധനം ഉണ്ടല്ലോ, മറന്നുപോയി. എന്താ പറയാ, എന്റെ ഇഷ്ടം നോക്കാണ്ട് ഞാൻ ഫുഡ് കഴിക്കാൻ, എനിക്ക് എങ്ങനെയെങ്കിലും വണ്ണം വെക്കണം എന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്റെ ഇഷ്ടങ്ങളെ നോക്കാണ്ട് ഞാൻ ഫുഡ് കഴിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പഴവും നെയ്യ്, സോറി ഇപ്പൊ ഓർമ്മ, പഴവും നെയ്യ്, പാല്, ഇത് മൂന്നുമാണ് എന്റെ വണ്ണം വെക്കാനായിട്ട് നല്ല പോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് മൂന്നും എനിക്ക് വലിയ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനോ കഴിച്ചേ പറ്റും, വണ്ണം വെക്കണേ കഴിച്ചേ പറ്റും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ചിട്ട് നല്ലോണം ഫുഡ് കഴിക്കാം. ഇനി ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. രാവിലെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ വീട്ടിൽ എന്താണോ കഴിക്കാനുള്ളത്, ഇപ്പൊ ദോശയാണെങ്കിൽ ദോശ, പുട്ടാണെങ്കിൽ പുട്ട്, അപ്പാണെങ്കിൽ അപ്പം, ഇഡ്ഡലിയാണെങ്കിൽ ഇഡ്ഡലി, ഞാൻ 2 കഴിക്കുന്നവർക്ക് 4 വെച്ച് കഴിക്കുമായിരുന്നു. അത് കഴിഞ്ഞൊരു 11:30 അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ ഞാൻ കഞ്ഞി, എനിക്ക് രാവിലെ പഴങ്കഞ്ഞി അല്ലെങ്കിൽ പഴഞ്ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വണ്ണം വെക്കും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് രാവിലെ ചോറൊന്നും കഴിക്കാൻ ഒട്ടും ആകൂല. അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കഴിക്കല്. 11:30 അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ ഞാൻ കഞ്ഞിയിൽ തേങ്ങ ഇട്ടിട്ട് കഴിക്കുമായിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ചോറെടുത്ത് കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മുട്ട പുഴുങ്ങിയിട്ടോ, മുട്ട ബുൾസൈ ഓംലേറ്റ് ആക്കിയിട്ടോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുമായിരുന്നു. എന്തെങ്കിലും ഒരു സാധനം 11:30 ആകുമ്പോൾ ഞാൻ കഴിക്കുമായിരുന്നു. ചിലപ്പോൾ അത് പഴമായിരിക്കും. പിന്നെ ഒരു 1:30 ആകുമ്പോൾ ചോറ് 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 നമ്മൾ തടി വെക്കാൻ നല്ലോണം നമ്മൾ വണ്ണം കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ചോറ്. പക്ഷെ ചോറ് എത്ര നല്ലതല്ലോ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, എനിക്കറിയില്ല. ഞാൻ തന്നെ നല്ലപോലെ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചോറും കഞ്ഞിയും, പിന്നെ പഴവും പാലും. ഇത് തന്നെയാണ്, ഈ 4 സാധനങ്ങളാണ് എന്നെ വണ്ണം കൂട്ടിയത്, വണ്ണം കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. അപ്പൊ ഞാൻ ഇത് നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു. 1:30 2 മണി വരെയൊക്കെ ചോറ് കഴിക്കുവായിരുന്നു. ചോറ് കഴിക്കുമ്പോൾ തന്നെ ചോറിന്റെ ക്വാണ്ടിറ്റി നല്ലോണം കൂട്ടായിരുന്നു. ഞാൻ ഇത് കഷ്ടപ്പെട്ട് കഴിക്കുമായിരുന്നു. അപ്പൊ ചോറിന്റെ കാര്യം അങ്ങനെയാണ്. പിന്നെ ഈ ഇലക്കറികളൊക്കെ ഉണ്ടാവില്ലേ, അതെല്ലാം ഞാൻ കൂടുതലായിട്ട് എടുക്കുമായിരുന്നു. എല്ലാം നമ്മൾ നോർമൽ കഴിക്കുന്നതിനെക്കാട്ടും കൂടുതലായിട്ട് എടുത്തിട്ട് കഴിക്കുമായിരുന്നു. പിന്നെ വൈകുന്നേരം ചായയുടെ കൂടെ ചിലപ്പോൾ ഞാൻ ബ്രെഡിന്റെ കൂടെ ബട്ടർ നമ്മളെ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വണ്ണം വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ചിലപ്പോൾ ബ്രെഡ് ചീസ് അങ്ങനത്തെ ഒക്കെ, അല്ലെങ്കിൽ ചിലപ്പം അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇതിൽ എന്താണോ ഉള്ളത് അത്. ചിലപ്പം പഴമായിരിക്കും, പഴം നെയ്യിട്ടിട്ട്, നെയ്യും തേങ്ങയും കൂടി പഴം സംഭവമാക്കി തരുമായിരുന്നു അമ്മ. നെയ്യ്, തേങ്ങ, അതേപോലെ തന്നെ പഞ്ചസാരയൊന്നും നല്ലതല്ല എനിക്കറിയാം, പക്ഷെ ഞാൻ ആ ടൈം പഞ്ചസാരകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചിലപ്പോൾ ചായയോട് അത് കഴിക്കുമായിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ പഴം മാത്രം കഴിക്കുമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും സ്നാക്സ് കഴിക്കുന്നത്. അധികമൊന്നും ഞാൻ ബ്രെഡും ചീസും അങ്ങനെയൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ രാത്രി ഇതേപോലെ തന്നെ രാത്രി ഞാൻ ചോറ് തന്നെയാണ് കഴിച്ചിട്ടുള്ളത്. ഇങ്ങനെ ചപ്പാത്തി, ദോശ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. ഞാൻ രാത്രി വണ്ണം വെക്കുന്നതുകൊണ്ട് ചോറ് തന്നെ, ഉച്ചക്ക് കഴിച്ചിരുന്നാണോ അത് തന്നെയാണ് രാത്രി കഴിക്കുന്നത്. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ്, രാത്രി ഉച്ചക്ക് സെയിം സാധനം തന്നെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ചോറ് കഴിക്കുന്നത് നമുക്ക് നല്ലതാണ്, വണ്ണം വെക്കണമെന്ന് ആഗ്രഹമുള്ളത് എനിക്ക്. അപ്പൊ എനിക്ക് വണ്ണം വെക്കണമെന്നുള്ളതുകൊണ്ട് ഞാൻ ചോറ് തന്നെയാണ് കഴിച്ചിട്ടുള്ളത്. പിന്നെ രാത്രി ഞാൻ ഷേക്ക് കുടിക്കുമായിരുന്നു. പഴം, പാല്, നമ്മളെ കടലയില്ലേ, കടല, നട്ട്സ് ഒക്കെ ഇടണമെങ്കിൽ ഇടാം. ഞാൻ ചിലപ്പോൾ ഇടലില്ല, ചിലപ്പോൾ ഇടില്ല, അത് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന പോലെ. അങ്ങനെ ഞാൻ ഷേക്ക് കുടിക്കുമായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്റെ ഫുഡ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. അതായത് ഞാൻ 3 നേരം തിന്നത് ഞാൻ 6 നേരം ഫുഡ് കഴിക്കുമായിരുന്നു. നല്ലോണം കഴിച്ചിട്ടാണ് വണ്ണം വെച്ചിട്ടുള്ളത്. നമുക്ക് കഴിക്കുക എന്ന് പറഞ്ഞാൽ ചിലവർ വിചാരിക്കും ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. കാരണം വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നവരുള്ള എല്ലാം വിചാരമാണ്, ഓ കടിക്കാനെന്താ, തടി വെക്കാനെന്താ, ഭയങ്കര എളുപ്പമല്ലേ, കഴിച്ചാൽ പോലെ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് കഴിക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ഇത്രനാൾ നമ്മൾ 3 നേരം കഴിച്ചുകൊണ്ടിരുന്ന ഒരാളെ, 3 നേരം അല്ലെങ്കിൽ 4 നേരം കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഒരു 6 നേരമാക്കി കഴിക്കും. അതും നമ്മൾ എടുക്കുന്നതിന്റെ ഇരട്ടി അളവ് കഴിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ കഴിക്കുന്നതിന്റെ ഇരട്ടി അളവ് കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നല്ലോണം കൊണ്ട് എന്തായാലും പറ്റില്ല. എനിക്ക് ആദ്യമൊക്കെ ഇവിടം വരെ എത്തി ഛർദ്ദിക്കാൻ വരെ വന്നിട്ടുണ്ടായിരുന്നു. ഒട്ടും പറ്റില്ലായിരുന്നു, ഒട്ടും പറ്റില്ലായിരുന്നു കഴിക്കാൻ. കാരണം എനിക്ക് വിശപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ലായിരുന്നു. പിന്നെ കഴിക്കണമല്ലോ, ഞാനായിട്ട് മുൻകൈ എടുത്ത് ഞാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരു കാര്യമാണല്ലോ, എനിക്ക് തടി വെക്കണമല്ലോ, എനിക്ക് വണ്ണം കൂടണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കഴിക്കുന്നതായിരുന്നു. പക്ഷെ എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. അങ്ങനെയാണ് എനിക്ക് അമ്മ മറ്റേ ചവനപ്രാശം, ദ്രാക്ഷ അരിഷ്ടം, ഇങ്ങനെ വിശപ്പ് കൂടാൻ വേണ്ടിയിട്ട് കൊണ്ട് തന്നെയാണ്. എനിക്ക് കറക്റ്റ് ആയിട്ട് പേരറിയില്ല, എന്താന്ന് എങ്ങനെയാണെന്നും അറിയില്ല. ആ ടൈമിൽ ഞാൻ അത് കുടിക്കുന്നു. അത് കുടിക്കുമ്പോൾ ശരിക്കും എനിക്ക് വർക്കായിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് വിശക്കുമായിരുന്നു, നല്ല വിശക്കുമായിരുന്നു വെച്ചാൽ ഞാൻ 2 ആഴ്ചയൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് കഴിച്ചുകൊണ്ടിരുന്ന സാധനം പിന്നെ എനിക്ക് വിശപ്പോട് കൂടി കഴിക്കാൻ പറ്റുമായിരുന്നു. അതെന്തോ ആയുർവേദ സാധനമാണ്, അതും കൂടി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പറയാൻ വിട്ടുപോയതാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒട്ടും വിശപ്പില്ലാണ്ട് കഷ്ടപ്പെട്ട് കഴിക്കുവാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. എനിക്ക് നല്ലോണം വിശപ്പ് വരുമായിരുന്നു, ഞാൻ നല്ലോണം അതുകൊണ്ട് കഴിക്കുക ചെയ്യായിരുന്നു. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചിലവരുടെ വിചാരമാണ് നമ്മൾ എന്തെങ്കിലും തടി അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പം എക്സസൈസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ സ്പോർട്സിനൊക്കെ ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഡാൻസ് അങ്ങനത്തെ
ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതൊക്കെ നിർത്തിയേക്കാം, ഇതൊക്കെ നിർത്തി ഫുഡ് കഴിക്കാം, അപ്പോ തടിക്കും. പക്ഷെ അങ്ങനെയുള്ള തടി പൊണ്ണത്തടി ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാനായിട്ട് ഭയങ്കര എക്സസൈസ് ഒക്കെ ചെയ്തിട്ടാണ്. ഞാൻ അങ്ങനെ ചെയ്തില്ല, പക്ഷെ ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുക. കാരണം ഒന്നും തടി അനങ്ങാണ്ട് തിന്ന മാത്രം ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരിക്കലും ഹെൽത്തി ആയിട്ട് തടിയായിരിക്കില്ല, പൊണ്ണത്തടിയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാണ്ടിരിക്കണം. വണ്ണം കുറയുമെന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ വേണ്ട. ചെറിയ ചെറിയ സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യാം. ഇനിയിപ്പോ ഡാൻസിലൊക്കെ നേരിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നടക്കാൻ പോകുന്നവരാണെങ്കിലും നടക്കാൻ പോകാം. സ്പോർട്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഇപ്പം എന്ത് ഇതാക്കി നിങ്ങൾ വണ്ണം വെക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കഴിക്കുന്നത് നിങ്ങൾ എനർജി ആയിട്ട് എവിടെയെങ്കിലും വേസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ്. കാരണം നിങ്ങളിപ്പം ഭയങ്കര സ്പോർട്സ് ചെയ്യുന്നവർ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ ഡാൻസ് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾ എനർജി ആയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി കളയുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കഴിക്കുന്നതിന്റെ ഇരട്ടി പിന്നെ നിങ്ങൾ കഴിക്കേണ്ടത്. അതുകൊണ്ട് ചെറിയ ചെറിയ സ്ട്രെച്ചിങ്സ്, ചെറിയ 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 ഇങ്ങനെ ചെയ്ത് ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ ചെറിയ ചെറിയ തോതിൽ കൊണ്ടുപോകാം. ഇരുന്ന് തീറ്റ മാത്രമല്ല ഇങ്ങനെയും ചെയ്യുന്നത് ഒരു പ്രോപ്പർ രീതിയിൽ ഒരു നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തടി കൊണ്ടുവരാൻ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നതാണ്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ള വണ്ണം വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പഴം, പാല്, അതുപോലെ തന്നെ പീനട്ട്, നമ്മൾ നിലക്കടലെങ്കിൽ അത്, അല്ലെങ്കിൽ പീനട്ട് ബട്ടർ, നട്ട്സ്, ഇതൊക്കെ ഇട്ട് കുടിക്കുന്ന ആ ഒരു ഷേക്ക് ഉണ്ടല്ലോ, അത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ വെയിറ്റ് ഗെയിൻ ഷേക്ക് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ എല്ലായിടത്തും കാണുന്ന ഷേക്കാണ് ഇത്. അപ്പൊ ഞാനത് കുടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല രാത്രി കുടിക്കാറുണ്ട്. അങ്ങനത്തെ ടൈം എനിക്ക് പ്രോപ്പർ ആയിട്ട് ഞാൻ ഇന്ന സമയത്തേ കഴിക്കും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്ന രീതിയിൽ കഴിക്കുമായിരുന്നു. പക്ഷെ 6 നേരം ഞാൻ എന്തായാലും കഴിച്ചിരിക്കുമായിരുന്നു. ചിലപ്പം രാവിലെ ഞാൻ ആ ഷേക്ക് കുടിക്കുമായിരുന്നു, ചിലപ്പോൾ രാത്രി കുടിക്കുമായിരുന്നു. എന്തായാലും എന്റെ ഒരു ദിവസത്തിൽ ആ ഒരു ഷേക്ക് ഞാൻ കുടിച്ചിരുന്നു. ആ ഒരു ഷേക്ക് ശരിക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല അടിപൊളി റിസൾട്ട് തരാൻ പോകുന്നു. ഒരാഴ്ച കുടിക്കുമ്പോഴത്തേക്ക് എന്നെ മടുക്കും. എനിക്ക് മടുത്തിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാനായിട്ട് മുൻകൈ എടുത്ത് ഇറങ്ങിയ കാര്യമായിട്ട് ഞാൻ കുടിച്ചിരുന്നു. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അത് നിങ്ങൾ എന്തായാലും വണ്ണം വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ഒരു ഷേക്കിനെ ഉൾപ്പെടുത്തി നോക്ക്. എന്തായാലും അതിനുവേണ്ട റിസൾട്ട് ഉണ്ടാകും. അതിൽ നിന്ന് മാത്രം ചെയ്ത് ചെറിയ ചെറിയ എക്സസൈസും സ്ട്രെച്ചിങ്സ് ഒക്കെ എടുക്കുക. പിന്നെ നേരത്തെ എഴുന്നേറ്റ് നമ്മളെ കലാപരിപാടി സ്റ്റാർട്ട് ചെയ്യുക, തിന്നാൻ തുടങ്ങുക. പിന്നെ പതിയെ പതിയെ നമ്മൾ എന്താണോ ആഗ്രഹിച്ച ആ ഒരു ഇതിലേക്ക് വരും. ഇനിയിപ്പോ എന്ത് ചെയ്തിട്ടും എന്താക്കലും തടിക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നോക്കുക. കാരണം തൈറോയിഡിന്റെ പ്രശ്നം, ഹൈപ്പർ തൈറോയിഡ്, അങ്ങനത്തെ സംഭവം ഉണ്ടെങ്കിൽ, പിന്നെ PCOD പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും തടി വെക്കാണ്ടിരിക്കാനും ഒക്കെ കാരണം അവങ്ങൾക്ക് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് അറിയില്ല. അത് പ്രോപ്പർ ആയിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് ഞാൻ എന്നെ വണ്ണം വെക്കാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെയാണ്. ഇത് പ്രോപ്പർ ആയിട്ടുള്ള രീതികളാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഇത് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല, അതിന്റെ അതൊക്കെ റിസൾട്ട് ഉണ്ടായാലും ഞാൻ വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ഞാൻ വണ്ണം വെച്ചിട്ടുണ്ട്. 35 kg ഇരുന്ന് ഞാൻ കൊറോണ ടൈമിന് മുന്നേ, അത് 2020 ആ ഒരു ടൈം പീരീഡിൽ 35 kg ഇരുന്ന് ഞാൻ ഇപ്പൊ ഞാൻ 50 കറക്റ്റ് 50 ആണ്. ചിലപ്പോൾ 49 സംതിങ് ആവും, ചിലപ്പോൾ 50 ആവും. എന്നാലും 48 50 ആ റേഞ്ചിൽ എപ്പോഴും ഞാനിപ്പോ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തടി വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, വണ്ണം കൂടണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഇരുന്ന് കഴിക്കുക, അത് മാത്രമേ വേണ്ടൂ. പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യുക. ഇത്രയൊക്കെ ചെയ്താൽ മതി. അപ്പൊ തന്നെ വണ്ണം വെക്കുന്നതാണ് എന്റെ നിഗമനം. കാരണം ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളെ ബോഡിയിൽ നിങ്ങൾ കോൺഫിഡന്റ് ആയിരിക്കുക. ആര് പറയുന്നത് മൈൻഡ് ആക്കണ്ട. നിങ്ങൾക്ക് ഏത് പോയിന്റിൽ നിങ്ങൾക്ക് വണ്ണം വെക്കണം തോന്നുന്നു അപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങളെ വെയിറ്റ് ഗെയിൻ ജേർണി എന്തായാലും റിസൾട്ട് ഉണ്ടാവും. നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് ഒരു കാര്യമില്ല. നമ്മൾ നല്ലപോലെ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്ത് നമുക്ക് ഓക്കെ ആക്കി കൊണ്ടുവരാൻ പറ്റും. കാരണം ഞാൻ ഓക്കെ വന്നല്ലോ, അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്തായാലും ഓക്കെ വരാൻ പറ്റും. അതിപ്പോ ഏത് കാര്യത്തിലായാലും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2020 അതുവരെ ഞാൻ നല്ല അലമ്പായിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഒന്നും ശ്രദ്ധിക്കൂലായിരുന്നു. ഞാൻ എന്നെ ഒട്ടും കെയർ ചെയ്തില്ലായിരുന്നു. ഒന്നും അതെനിക്ക് കാണാനുണ്ടായിരുന്നത്. കാരണം ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 2020 ആ ഒരു ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ ആ ഒരു ടൈമാണ് ഞാൻ എന്നെ തന്നെ ടേക്ക് കെയർ ചെയ്തതും എല്ലാം ചെയ്തതും ആ ഒരു 2020 ടൈം തന്നെയായിരുന്നു. അതുകൊണ്ട് 2020 ഇപ്പൊ 25 ഈ 5 വർഷമായിട്ടും എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അത്ര വലിയ വണ്ണം കുറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞ 49 50 ആ ഒരു റേഞ്ചിൽ എപ്പോൾ നിൽക്കുമായിരുന്നു. ചിലപ്പോ 48 ആയിപ്പോ ഇങ്ങനെ പനിയൊക്കെ വന്ന് എന്തെങ്കിലും തീരെ വയ്യാണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ 48 ഒക്കെ ആവാറുണ്ട്. അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ലാണ്ട് ഇതുവരെ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ എന്റെ റിയൽ ആയിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങളാണ്. ഒന്നും എക്സ്ട്രാ ആഡ് ആക്കിയിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ മുന്നിൽ എഴുതിയിട്ട് അത് ചെയ്ത് ഞാൻ ഇത്രയും ഭയങ്കര ഡയറ്റ് ഫോളോ ചെയ്ത്, ഞാൻ പ്രോട്ടീൻ പൗഡർ എടുത്ത്, ഞാൻ ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്ത് ഇങ്ങനെയൊക്കെ നമുക്ക് പറയാമായിരുന്നു. പക്ഷെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ കള്ളത്തിൽ എന്തിനാ പറയുന്നത്? നമുക്കുണ്ടായ നമ്മൾ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയണല്ലോ. കാരണം വിശ്വസിച്ചാണല്ലോ നിങ്ങൾ ഈ ഒരു വീഡിയോ വേണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടത്. അപ്പൊ ഞാൻ കുറെ കള്ളത്തരങ്ങൾ കൊണ്ട് അതൊരു
കള്ളാക്കി മാറ്റുന്നത് എന്തിനാന്ന് വിചാരിച്ചത്. അതുകൊണ്ട് ഞാൻ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് വിചാരിച്ചത്. അപ്പൊ ഇത്രയേ ഉള്ളൂ എന്റെ ഒരു വെയിറ്റ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബൈ ഗൈസ്.